ഇന്നത്തെ ക്വസ്റ്റ്യൻ +1 +2 കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം +1 +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് എക്സാമിന് നോക്കിയാൽ പോരെ എന്നുള്ളതാണ് ഒരുപാട് കുട്ടികൾ പാരൻസ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം JEE ആയാലും നീറ്റ് ആയാലും ഏറ്റവും നല്ല റാങ്കുകളിൽ എത്തുന്ന മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും +2 കൂടെ തന്നെയാണ് ആക്ച്വലി ഇത് ക്രാക്ക് ചെയ്തെടുക്കുന്നത്. അവരുടെ പ്രിപ്പറേഷൻ പ്രോബബ്ലി 9th-ലോ 10th-ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10th കഴിഞ്ഞ് ഉടനെ തന്നെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വർഷത്തെ സിലബസ് ആണ് JEE നീറ്റ് കീം CUET പോലുള്ള എക്സാംസിന് വരാറുള്ളത്. അപ്പോൾ ഈ എക്സാമിനേഷൻസിൻ്റെ 2 വർഷത്തെ സിലബസ് നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 6-7 മാസം കൊണ്ട് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. അതിന് പകരം 2 വർഷം 11th and 12th മുഴുവനായിട്ട് എടുത്തുകൊണ്ട് ഈ സിലബസ് കവർ ചെയ്ത് പ്രോപ്പറായിട്ട് മോക്ക് എക്സാമിനേഷൻസ് എഴുതി നന്നായിട്ട് റിവൈസ് ചെയ്ത് പോകുന്ന ആളുകൾക്കാണ് ഫസ്റ്റ് ചാൻസിൽ തന്നെ JEEയിലും നീറ്റിലും കീമിലും ഒക്കെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറുള്ളത്. സോ നിങ്ങൾ ഇത്തരം എക്സാമിനേഷൻസ് സ്വപ്നം കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് +1 +2 കൂടെ തന്നെ JEE ആയാലും നീറ്റ് ആയാലും അതുപോലെ കീം ആയാലും വേറെ ഏത് എക്സാമിനേഷൻ ആയാലും +2 കൂടെ തന്നെ അത് നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ എക്സ് ലേണിങ്ങിൻ്റെ പ്രോഗ്രാമുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. 6th മുതൽ 10th വരെ ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികൾക്ക് സയൻസ് മാത്സ് സബ്ജക്റ്റുകളിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമും 11th-ലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ JEE കോച്ചിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കോൾ ചെയ്യുക. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല അടിത്തറ നല്ല ഫൗണ്ടേഷൻ ഈ സബ്ജക്റ്റുകളിൽ ഉണ്ടാക്കിയെടുത്താൽ 11th 12th കഴിഞ്ഞ് വരുന്ന എൻട്രൻസ് എക്സാമുകളിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും.